UDF-ന്റെ പരസ്യം നിരന്തരം ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ വിളിക്കുന്ന 2 മിനിറ്റ് മുമ്പ് പോലും നമ്മൾ UDF-ന്റെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പറയാൻ ആലോചിക്കാൻ നേതാക്കന്മാരെ ഡിസ്കസ് ചെയ്യട്ടെ എന്നാണ് അന്നും ഇന്നും നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് UDF-ന്റെ ലീഗിന്റെ ഏത് പരസ്യം വന്നാലും മറ്റു പരസ്യങ്ങൾ LDF-ന്റെ ആയിക്കോട്ടെ CPM-ന്റെ ആയിക്കോട്ടെ മറ്റേത് പരസ്യങ്ങൾ മാറ്റിവെച്ചിട്ട് പ്രഥമ പരിഗണന UDF-നും ലീഗിനും കൊടുക്കണം എന്നാണ് മാനേജ്മെന്റ് ഫസ്റ്റ് ഏൽപ്പിച്ചത്. സാറിന് ടിക്കറ്റും വിസയും ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു. എല്ലാം ഓക്കെ ആക്കി. അദ്ദേഹത്തിൻ്റെ PAക്ക് പിന്നെ വിസ വേണമെന്നാണ്, അതും ഞങ്ങൾ റെഡിയാക്കി. അതിനുശേഷം അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് പറയണ്ടായി. MP മുരളീധരൻ സാറിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റു. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിനും വരാൻ പറ്റില്ല എന്നുള്ള വിവരം കിട്ടി. അദ്ദേഹം ഞങ്ങളോട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ ഉൾപ്പെടെയുള്ള സുപ്രഭാതത്തിൻ്റെ ഉത്തരപ്പെട്ട ആളുകൾ, CEO ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പോയി കണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത ലീഗ് തർക്കം കൂടുതൽ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോയത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്ത് സുപ്രഭാതം പത്രത്തിൽ LDF-ന്റെ ഒരു പരസ്യം വന്നിരുന്നു. ആ പരസ്യത്തോടു കൂടിയാണ് സമസ്ത ലീഗ് തർക്കം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് പോയത്. ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ സുപ്രഭാതം പരസ്യമായി കത്തിക്കുന്ന വീഡിയോ പുറത്തു വരികയും ആ പ്രവൃത്തിയിൽ ലീഗ് നേതാക്കൾ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവർ തമ്മിലുള്ള പോര് രൂക്ഷമായത്. സുന്നികൾക്കിടയിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ ഭിന്നിപ്പിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുമ്പോഴാണ് ഇതിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അതിൻ്റെ ചില വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും, ഞാനൊരു ലീഗുകാരനോ അതല്ലെങ്കിൽ EK വിഭാഗക്കാരനൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് അവരുടെ വിഷയങ്ങളിൽ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് അവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കവും അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പറയാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമാണുള്ളത്. 1989-90 കാലഘട്ടത്തിൽ സമസ്തയിലുണ്ടായ പ്രശ്നങ്ങളും അതിനെ ചൊല്ലി നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ഒരുപാട് ദുരിതങ്ങളും നമ്മൾ അനുഭവിച്ച പല പ്രശ്നങ്ങളും അത് കേവലം സമസ്തയെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്. കേരളീയ മുസ്ലിം സമൂഹത്തെ ആകമാനം ബാധിച്ച ഒരു വിഷയം തന്നെയാണത്. അതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അന്നത്തെ പോലെ തന്നെ ഇന്നും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മഹല്ലിൽ ആ മഹല്ലുമായിട്ടും അല്ലെങ്കിൽ അവിടെയുള്ള പള്ളിയുമായിട്ടും മദ്രസയുമായിട്ടും ഒക്കെ സഹകരിച്ചു പോകുന്നത് ഈ EK വിഭാഗം സമസ്തക്കാർ മാത്രമല്ലല്ലോ, അതല്ലെങ്കിൽ ലീഗുകാർ മാത്രമല്ലല്ലോ. അവരുമായിട്ട് സഹകരിക്കാത്ത മറ്റ് ഇതര മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും കൂടെ ഈ മഹല്ലുമായിട്ടും പള്ളിയുമായിട്ടും ഒക്കെ സഹകരിച്ചു പോകുന്നുണ്ടല്ലോ. ഒരു സംഘടനയിലും ഇല്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ആളുകളും അത്തരം മഹല്ലുമായിട്ട് പള്ളിയുമായിട്ട് സഹകരിച്ചു പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു മഹല്ലിൽ ഒരു ചെറിയ പ്രശ്നം നടക്കുമ്പോൾ അത് ആ മഹല്ലിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മഹല്ലിൽ അവിടുത്തെ ഖതീബിനെയോ അതല്ലെങ്കിൽ മദ്രസ മുഅല്ലിമിനെയോ പിരിച്ചുവിടുമ്പോൾ ആ മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും ബാധിക്കുന്നുണ്ട്, അവരുടെ രക്ഷിതാക്കളെ ബാധിക്കുന്നുണ്ട്. ആ ഖതീബിനെ പിരിച്ചുവിടുന്നതോടുകൂടി ആ പള്ളിയിൽ പോകുന്ന എല്ലാ വിഭാഗം മുസ്ലിങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ EK വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്തവർക്ക് അതല്ലെങ്കിൽ ലീഗിൽ പെട്ടവരല്ലാത്തവർക്ക് അഭിപ്രായം പറയേണ്ടതില്ല എന്ന അഭിപ്രായത്തിന് ഒരു പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ നിരവധി മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള മഹല്ലിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വളരെയധികം ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലാണല്ലോ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ കൂടുതൽ ഭിന്നിച്ച് അത് ശക്തി ക്ഷയിച്ചു പോകരുത് എന്ന് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ്, ഒരുമിച്ച് പോകണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആരൊക്കെയാണ് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെയൊക്കെ അനിവാര്യ ഘടകമാണ്. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നെല്ലും പതിരും വേർതിരിച്ചൊരു അറിയുന്നത് പോലെ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ മാറ്റി നിർത്താൻ സാധിക്കൂ, അതല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ സാധിക്കൂ. സുപ്രഭാതം പത്രത്തിന്റെ വിഷയമാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആരാണ് അതിൻ്റെ കാരണക്കാർ എന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു പത്രത്തിന് ഈ കാലത്ത് നിലനിൽക്കണമെങ്കിൽ കേവലം സർക്കുലേഷൻ മാത്രം പോരാ, പരസ്യങ്ങൾ കൂടെ കാര്യമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ പരസ്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് ആ പത്രത്തിൽ കൊടുക്കൽ വളരെ നിർബന്ധിത സാഹചര്യമാണുള്ളത്. അത് പക്ഷേ
ഈ പത്രത്തിന്റെ നയനിലപാടുകൾക്ക് യോജിച്ച പാർട്ടിയുടെ പരസ്യമാണോ, അവർ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരസ്യമാണോ എന്നൊന്നും നോക്കാൻ പറ്റൂല. അങ്ങനെ മുന്നണി നോക്കി പരസ്യം കൊടുക്കാൻ ചിലപ്പോൾ ഏത് പത്രത്തിനും സാധിച്ചോളണമെന്നില്ല. നരേന്ദ്രമോദി ഭരണകൂടത്തെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരു ഭരണകൂടമാണല്ലോ. എന്നിട്ട് പോലും നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ പരസ്യങ്ങൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ പത്രങ്ങളൊക്കെ അവരുടെ ആശയത്തോടോ അവരുടെ നിലപാടിനോടോ യോജിച്ചത് കൊണ്ടല്ലത്. അത് ആ പത്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായതുകൊണ്ട് കൊടുത്തു എന്ന് മാത്രം. അതൊരിക്കലും കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് പത്രത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പാർട്ടിയായ CPM-ന്റെ പരസ്യം, LDF-ന്റെ പരസ്യം ചന്ദ്രികയിൽ വന്നിട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. ആ ഒരു പരസ്യം കാരണം ഇവിടെ എന്തെങ്കിലും കോലാഹലം സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ? CPM-നെ വളരെയധികം വെറുക്കുന്ന ഒരു മുസ്ലിം ലീഗ് അനുഭാവിയും അതിന്റെ പേരിൽ ചന്ദ്രികാ പത്രം കത്തിച്ചിട്ടില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ലീഗിന്റെ പോഷക ഘടകം കൂടിയല്ലാത്ത സമസ്തയുടെ പത്രത്തിൽ CPM-ന്റെ LDF-ന്റെ പരസ്യം വന്നപ്പോൾ അത് വലിയ പ്രശ്നത്തിന് കാരണമായി. അതിന്റെ പേരിൽ ആ പത്രം കത്തിക്കുകയും അതിന്റെ പേരിൽ ഒരുപാട് കോലാഹലങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ആ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഭിന്നിപ്പുണ്ടാക്കുന്നതും. സ്വന്തം നയനിലപാടുകൾക്ക് വിരുദ്ധമാകാതെയും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാർത്തകൾ മാത്രം പൊലിപ്പിച്ചു കാണിക്കാതെയും സ്വതന്ത്രമായി നിൽക്കുക എന്നതാണ് ഈ പത്രത്തിന്റെ പോളിസി എന്ന് സുപ്രഭാതത്തിന്റെ പല ഉന്നത മേധാവികളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സുപ്രഭാതത്തിന്റെ ഉദ്ഘാടന വേളയിൽ അവരേറ്റവും എതിർക്കുന്ന പാർട്ടിയുടെ വക്താവായ കോടിയേരി ബാലകൃഷ്ണന്റെ വരെ വിളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ സ്വതന്ത്രമായി ഒരു പാർട്ടിയുടെ മാത്രം വാർത്തകൾ കൊടുക്കാൻ താല്പര്യമില്ല എന്നൊരു മെസ്സേജ് തന്നെയാണല്ലോ അതിലൂടെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അന്നൊന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ സുപ്രഭാതത്തിൽ ഈ പരസ്യം കൊടുത്തപ്പോൾ വലിയ പ്രശ്നമുണ്ടായത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നത് കൊണ്ടാണോ, അതല്ല ഈ സമസ്തയെ ഭിന്നിപ്പിക്കാൻ മറ്റാരെങ്കിലും ശ്രമിക്കുന്നതിന്റെ ഭാഗമാണോ എന്നൊന്നും അറിയില്ല. അള്ളാഹുവിനറിയാം. ഈ പ്രശ്നമുണ്ടായ സമയത്ത്, സുപ്രഭാതം കത്തിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഒരു SK പ്രവർത്തകൻ സുപ്രഭാതം ഓഫീസിൽ വിളിച്ചപ്പോഴുണ്ടായ പ്രതികരണവും അതിൻ്റെ ചില ഭാഗങ്ങളും നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. ആ ഒരു ഫോൺ വിളിയിലുണ്ടായ അനുഭവം നിങ്ങളൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് സുപ്രഭാതത്തിന്റെ പരസ്യ വിഭാഗത്തിന്റെ ആളല്ലേ? അതെ അതെ. ഞാനിവിടെ ചേളാരി ഭാഗത്തുള്ള, ചേളാരിക്ക് അടുത്ത് കൊടക്കാട് എന്ന് പറയും, അവിടെയുള്ള SKSF-ന്റെ പ്രവർത്തകനും ലീഗിന്റെ അനുഭാവിയായിട്ടുള്ള ഒരാളാണ്. എന്തായിരുന്നു വിഷയം? അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സുപ്രഭാതത്തിൽ LDF-ന് പരസ്യം മാത്രം വരാനുള്ള കാരണം എന്താ? അതിന്റെ വരിക്കാരാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ മറ്റുള്ള ഒരു വിഷമുണ്ടായില്ല. LDF-ന്റെ പരസ്യം നമ്മൾ LDF-ന്റെ പരസ്യം മാത്രമായിട്ട് കൊടുത്തതല്ല. LDF ഇത്തവണ ഇപ്പൊ LDF-ന്റെ പരസ്യം എറണാകുളത്തെ LDF എല്ലാ പത്രങ്ങളിലും ഏൽപ്പിച്ച ഏജൻസിയാണ് പിന്നെ നമുക്ക് പരസ്യം തന്നിട്ടുള്ളത്. എല്ലാ പത്രങ്ങളിലും 2 ദിവസത്തിനകം ആ പരസ്യം വരുന്നുണ്ട്. നമുക്ക് ഒരു ക്യാമ്പയിനായിട്ട് ഒന്നിൽ കൂടുതൽ തന്നു എന്നുള്ളൂ. നമ്മുടെ പത്രത്തിന്റെ വിസിബിലിറ്റിയും സമസ്ത ചർച്ച ചെയ്യപ്പെടുന്ന പ്രസ്ഥാനമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അവർ കൂടുതൽ അഡ്വർടൈസ്മെന്റ് തന്നത്. UDF-ന്റെ പരസ്യം ഇന്നിപ്പോ AICC-ന്റെ പരസ്യം ഒരു ക്യാമ്പയിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ട് UDF-ന്റെ പരസ്യമല്ല, AICC തന്ന പരസ്യമാണ്. ഈ AICC തന്ന പരസ്യത്തിന്റെ ഒരു ഡൽഹിയിൽ നിന്നാണ് തന്നത്. AICC ഓഫീസ് ഡൽഹിയിൽ തന്നത്. അത് നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ 1.5 മാസമായി നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പരസ്യം കിട്ടിയത്. പിന്നെ നമ്മളിപ്പോ LDF-ന്റെ പരസ്യം വരുന്നതിന് മുന്നേ LDF-ന്റെ പരസ്യം നമുക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ UDF-ന്റെ നേതാക്കന്മാരെ, ലീഗിന്റെയും അതേപോലെ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ എല്ലാ ലീഡേഴ്സായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. നേരിട്ടിട്ടും കത്ത് കൊടുത്തിട്ടും വാട്സാപ്പിൽ മെസ്സേജ് കൊടുത്തിട്ടും പല തവണകളായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുവരെ ഒരു പരസ്യം തന്നിട്ടില്ല. അപ്പൊ AICC ഇന്ന് വന്നു. അതിന്റെ തുടർച്ച ഒരു ക്യാമ്പയിനായിട്ടാണ് AICC പറഞ്ഞത്. നാളെ മറ്റന്നാളെ ഉണ്ടാവും എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഓർഡർ നമുക്ക് വരണത്തരെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. AICC-ന്റെ പരസ്യമല്ല, UDF-ന്റെ പരസ്യത്തിന് നമുക്ക് കിട്ടിയിട്ടില്ല. UDF-ന്റെ പരസ്യം നിരന്തരം ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ വിളിക്കുന്ന 2 മിനിറ്റ് മുമ്പ് പോലും നമ്മൾ UDF-ന്റെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പറയാ, ആലോചിക്കാൻ, നേതാക്കന്മാരെ ഡിസ്കസ് ചെയ്യട്ടെ എന്നാണ് അന്നും ഇന്നും നമുക്ക് കിട്ടിയ റിപ്പോർട്ട്.
അപ്പൊ UDF പരസ്യം നമുക്ക് തരുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. തരാത്തത് കൊണ്ടാ, തരാതെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ UDF കൊടുത്തിട്ടുണ്ട്, LDF കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു റീപ്ലൈയും ഇല്ല. രണ്ട് മൂന്ന് കോൺഗ്രസിന്റെ 2-3 ഇപ്പൊ നാളെ ആലപ്പുഴ മണ്ഡലത്തിന്റെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ മലപ്പുറം നിങ്ങൾ മലപ്പുറമാണ്. മലപ്പുറത്തിൻ്റെ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ 5 മിനിറ്റ് 2 മിനിറ്റ് മുമ്പൊക്കെ മലപ്പുറത്തെ ലീഗിന്റെ പരസ്യം കൈകാര്യം ചെയ്യുന്ന ആളുകളെ നേരിട്ടിട്ട് നമ്മൾ നാളെ മറ്റന്നാൾ ഏത് പേജിലും റേറ്റ് മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് ഒരു അത്യാവശ്യം ചെറിയൊരു റേറ്റ് കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ തയ്യാറാണെന്ന രീതിയിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് നേരിട്ടും ലെറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാളെ മറ്റേ നമുക്ക് അവൈലബിൾ ആണ്. ലീഗിന് വേണ്ടി മാത്രമല്ല, മാനേജ്മെന്റ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാനേജ്മെന്റ് തുടക്കത്തിലെ എന്നെ ഈ പരസ്യത്തിന്റെ ഇലക്ഷൻ പരസ്യത്തിന്റെ ചാർജ് ഏൽപ്പിക്കുമ്പോഴേ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, UDF-ന്റെ ലീഗിന്റെയോ ഏത് പരസ്യം വന്നാലും മറ്റു പരസ്യങ്ങൾ LDF-ന്റെ ആയിക്കോട്ടെ CPM-ന്റെ ആയിക്കോട്ടെ മറ്റേത് പരസ്യങ്ങൾ മാറ്റിവെച്ചിട്ട് പ്രഥമ പരിഗണന UDF-നും ലീഗിനും കൊടുക്കണം എന്നാണ് മാനേജ്മെന്റ് ഫസ്റ്റ് ഏൽപ്പിച്ചത്. അതാണ് പോളിസി. അത് പ്രകാരം ഇന്ന് നമ്മളിപ്പോ നാളെയും മറ്റന്നാളുള്ള ഷെഡ്യൂളൊക്കെ LDF-ന്റെ എല്ലാ ഷെഡ്യൂളും മാറ്റിയിട്ട് വരെ കൊടുക്കാം എന്ന് UDF-ന്റെ ലീഗിന്റെ നേതൃത്വത്തിൽ അവരൊക്കെ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെയും നമ്മൾ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ആരോപിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പം പറഞ്ഞതും വിളിച്ചത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അതന്നെ സംഭവത്തിന്റെ കാരണം നമ്മളെ അറിവിച്ചാൽ നിങ്ങളെ ഉള്ളിൽ നടക്കുന്ന നമുക്കറിയാം. നമുക്ക് പത്രത്തിൽ പരസ്യം വന്നോ ഇല്ലെന്നാണ് സാധാരണക്കാരെ ആളുകൾക്ക് നോക്കുള്ളൂ. അതിന്റെ അപ്പുറത്ത് അതാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്റെ ഫോണിന് റെക്കോർഡിക്കലും ഞാൻ അയച്ച മെസ്സേജുകൾ അടക്കം, അത് നമ്മളിപ്പോ മെയിൽ അയച്ചതായിട്ട് വാട്സപ്പ് അയച്ചതായിക്കോട്ടെ വിളിച്ചതായിക്കോട്ടെ എല്ലാ റെക്കോർഡിക്കലും ആരും മുമ്പിൽ തെളിയിക്കാൻ തയ്യാറാണ്. മാനേജ്മെന്റ് മീറ്റിംഗിന് വിളിച്ചോട്ടെ, നമ്മൾ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരടുത്തും UDF-ന്റെ 20 സ്ഥാനാർത്ഥികൾക്കും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലപ്പുറം നമ്മൾ വേറെ എന്താ ചെയ്യേണ്ടത്? സ്റ്റേറ്റ് കമ്മിറ്റിക്കും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. UDF-നോടോ ലീഗിനോടോ പോളിസി കൊടുക്കാൻ പറ്റൂല, അങ്ങനത്തെ പോളിസി നമുക്കില്ല. നമ്മൾ ഇന്ന് ഈ സമയം പറയുന്നത് ഇന്ന് രാത്രി 10 മണി വരെ, ഇപ്പൊ നാളത്തെ മറ്റന്നാളത്തെ പരസ്യം പെർമിഷൻ എടുക്കുന്ന പരസ്യമാണ്. രാത്രി 10-10:30 മണി വരെ നമ്മൾ തയ്യാറാണ്. UDF ലീഗ് ഇപ്പൊ ഓക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയം വരെ നമ്മൾ വർക്ക് കിട്ടാൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. മാക്സിമം ഒരു ഡിസൈൻ ചെയ്യാൻ 1/2 മണിക്കൂർ 1 മണിക്കൂർ, അതിന് പെർമിഷൻ എടുക്കുക 1 മണിക്കൂർ 2 മണിക്കൂറിലും. ഇപ്പൊ 4 മണിയല്ലേ, നിങ്ങളിപ്പോ ബന്ധപ്പെട്ട ലീഗുകാരുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗിന്റെ ആളുകളുണ്ട് പറയാം. ഇപ്പൊ 4 മണി ഏകദേശം ഇപ്പൊ ഒരു 6 മണിക്ക് നമുക്ക് കൺഫർമേഷൻ തന്നാൽ മതി. രാത്രി 10 മണി 10:30 വരെ നമ്മൾ വർക്ക് എടുക്കാൻ തയ്യാറാണ്. ഇതിപ്പോ സുപ്രഭാതത്തില് LDF-ന് UDF-ന് പരസ്യം ഇപ്പൊ ഒരേ സമയത്ത് കിട്ടിയെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ ഫസ്റ്റ് പരിഗണന UDF-ന് കൊടുക്കും. LDF-ന് പരസ്യം റേറ്റ് UDF-ന് പരസ്യം റേറ്റ് വ്യത്യാസം ഉണ്ടാ? LDF കൂടുതലാണ് നമുക്ക് തരുന്നത്. എന്നാൽ പോലും LDF-ന് പരസ്യം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? UDF-ന് കൊടുക്കും. അതായത് ഫസ്റ്റ് LDF-ന് പരസ്യം കൊടുത്തതിന്റെ അതിലാണ് സുപ്രഭാതം കത്തിച്ച വിഷയം വരെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇന്നും സുപ്രഭാതത്തിൽ LDF-ന് പരസ്യമാണ് ഫസ്റ്റ് പേജിൽ വന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ SKSF പ്രവർത്തകൻ എന്നുള്ള നിലക്കും ഇന്നലെ ലാസ്റ്റ് നമ്മള് ബുക്കിംഗ് എടുക്കുന്ന സമയത്തും ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രിന്റിംഗ് പോകുന്നതിന് മുന്നേ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തന്നിട്ടില്ല. UDF ലീഗ് തന്നിട്ടില്ല. AICC എന്നാണ് നമുക്ക് തന്നത്. രാത്രി 10 മണിക്ക് AICC നമുക്ക് തന്നത്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. UDF ചെയ്ത UDF-ന് വരും നമ്മൾ തയ്യാറാണ്. നമ്മൾ പറഞ്ഞ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, മാനേജ്മെന്റ് പറഞ്ഞത് ഫസ്റ്റ് UDF-ന്റെ പരസ്യം, അത് ഏത് പരസ്യം ബുക്ക് ചെയ്താലും ക്യാഷ് തന്ന പരസ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ അതിന് നിയമപരമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണോ, നമുക്ക് UDF-നും ലീഗിനും പരിഗണിക്കണം എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. സുപ്രഭാതത്തിന് പോളിസി അപ്പം UDF കഴിഞ്ഞിട്ട് LDF എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പോളിസി. അല്ലാതെ CPM LDF ഒരു പോളിസി നമുക്കില്ല. ഫസ്റ്റ് അങ്ങനെ ഒരു പോളിസി ഇല്ല. അതെ ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അതെ, സംഭവങ്ങൾ പറയുമ്പോഴാണ് അറിയണുള്ളൂ. പക്ഷെ സാധാരണക്കാരെ ആളുകൾക്ക് എത്തൂലത്. നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരും ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞോ? ഇതിൽ പറയുന്നത് സുപ്രഭാതം പത്രത്തിൽ ലീഗിന്റെ പരസ്യം കൊടുക്കാൻ, അതല്ലെങ്കിൽ UDF-ന്റെ പരസ്യം കൊടുക്കാൻ പല വിട്ടുവീഴ്ചകളും ഇവർ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി കാത്തിരുന്നിട്ടുണ്ടെന്ന്, അവരുടെ പരസ്യം കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവസാന സമയത്ത് വരെ ശ്രമങ്ങൾ നടത്തിയിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് UDF-ന്റെ പരസ്യം ഈ പത്രത്തിൽ ഇല്ലാതെ പോയത് എന്ന് അയാൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് LDF-ന്റെ പരസ്യം 1-ാം പേജിൽ തന്നെ വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചീഫ് എഡിറ്ററായ ബഹാവുദ്ദീൻ നദ്വിക്ക് അറിയാതെ പോകുമോ? അദ്ദേഹം കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല UDF-ന്റെ പരസ്യം, മുസ്ലിം ലീഗിന്റെ പരസ്യം കൊടുക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയിട്ടും അത് ലഭിക്കാതെ വന്നതിൻ്റെ പേരിലാണ് അവരുടെ പരസ്യം കൊടുക്കാത്തതെന്നും LDF-ന്റെ പരസ്യം കൊടുത്തതെന്നുമൊക്കെ അദ്ദേഹം കൂടി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടാണ് അദ്ദേഹം അതിനുശേഷം വന്നുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ നയനിലപാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലെ കാപട്യമല്ലേ ഇവിടെ വ്യക്തമാകുന്നത്? പിന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്
സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിന്നത്, ബഹിഷ്കരിച്ചത് എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കൾ അത് ബഹിഷ്കരിക്കുക മാത്രമല്ല ചെയ്തത്, കോൺഗ്രസിന്റെ നേതാക്കളെ കൂടി അതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർ ഒരുപാട് കോൺഗ്രസിന്റെ നേതാക്കളെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൂടി അതിൽ പോകാൻ അനുവദിക്കാതെ അവരെ കൊണ്ട് ബഹിഷ്കരിപ്പിക്കുക കൂടിയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്തിട്ടുള്ളത്. ഈ ബഹിഷ്കരണത്തിന്റെ കാര്യങ്ങൾ സുപ്രഭാതം ഗൾഫ് എഡിഷൻ വക്താവ് തന്നെ പരസ്യമായിട്ട് പറയുന്നത്, അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. അവർ രണ്ടുപേരുടെയും സാന്നിധ്യം ഒരേ സമയത്തുണ്ടായത്. അത് സാദിഖ് അലി തങ്ങളെ ക്ഷണിക്കാൻ പോയ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരെയും ഒരേ സമയത്ത് തന്നെ ക്ഷണിച്ച് അവരെ ഡയറിയിൽ അത് എഴുതി വെച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെയും ഡേറ്റ് ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് മറ്റുള്ള അതിഥികളെ ക്ഷണിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വി ഡി സതീശനെയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച മറ്റൊരു അതിഥി ഉണ്ടായിരുന്നത്. അത് എന്തോ കാരണത്താൽ, എന്താണ് കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, അത് അവസാന നിമിഷം ക്യാൻസലായി പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെ ക്ഷണിച്ചു. സാറിന് ടിക്കറ്റും വിസയും ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു. എല്ലാം ഓക്കെ ആക്കി. അദ്ദേഹത്തിൻ്റെ PAക്ക് വിസ വേണമെന്നാണ്, അതും ഞങ്ങൾ റെഡിയാക്കി. അതിനുശേഷം അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് പറയണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇനി പ്രതിപക്ഷത്തു നിന്ന് ഇനിയിപ്പോൾ ഒരാളെ ആരാവുന്നുള്ളതിന് ഇങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട MP മുരളീധരൻ സാറിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റു. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിനും വരാൻ പറ്റില്ല എന്നുള്ള വിവരം കിട്ടി. അദ്ദേഹം ഞങ്ങളോട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ ഉൾപ്പെടെയുള്ള സുപ്രഭാതത്തിൻ്റെ ഉത്തരപ്പെട്ട ആളുകൾ, CEO ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വലിയ സമ്മർദ്ദമുണ്ട് പരിപാടിയിൽ പങ്കെടുക്കരുതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരാണ് സാറ് സമ്മർദ്ദം ചെലുത്തുന്നത്? ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ചെറിയ ആളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളെ വിളിച്ച് പറയില്ലല്ലോ. കാര്യപ്പെട്ട ആളുകളുടെ സമ്മർദ്ദമാണ്, നിങ്ങൾ UDFൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം തന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഒരു മാർഗ്ഗം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം, എനിക്ക് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇതിൽ പറയുന്നു, ആദ്യം രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ PAക്കും എല്ലാം ചെലവുകളും വഹിച്ച് ടിക്കറ്റ് എടുത്തു, പക്ഷേ അദ്ദേഹം വരൂല എന്ന് പറഞ്ഞു. പിന്നീട് K മുരളീധരനെ അദ്ദേഹത്തിനു വേണ്ട എല്ലാ ചെലവുകളും വഹിച്ച് ഗൾഫിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്നതിന് ശേഷമാണ് മുരളീധരൻ സാറ് പറഞ്ഞത്, ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, എനിക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, സാധാരണ ചെറിയ നേതാക്കളല്ല ഉന്നത നേതാക്കൾ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇത്രത്തോളം ഗൗരവത്തിൽ ഇത് ബഹിഷ്കരിക്കാൻ ഈ ഒരു സുപ്രഭാതം പത്രത്തിൽ പരസ്യം കൊടുത്തത് കൊണ്ട് മാത്രമാണോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റേതൊക്കെയോ പ്രശ്നങ്ങൾ അതിനുള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ സമസ്തയിലെ ചുരുക്കം ചില പേർ ലീഗിനെതിരായി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ടാണ് അതും പറയുന്നുണ്ട്. പക്ഷെ അതും ഒരിക്കലും സാധ്യതയില്ല. സമസ്തയിലെ ചുരുക്കം ചില ആളുകൾ ലീഗിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ബഹിഷ്കരിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം സമസ്തയിലെ ഭൂരിഭാഗം ആളുകളും ലീഗിന്റെ അനുഭാവികളാണ്. അവരും കൂടി വരിക്കാരായ, അവരും കൂടി സ്നേഹിക്കുന്ന പത്രമാണ് സുപ്രഭാതം എന്നത്. അപ്പൊ ഈ കുറഞ്ഞ ആളുകൾ ലീഗിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സുപ്രഭാതത്തെ ബഹിഷ്കരിക്കാൻ ലീഗ് നേതാക്കൾ തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ പറയുന്നത് സാദിഖ് അലി തങ്ങളുടെ തീയതി സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഈ ഉദ്ഘാടന പരിപാടി വെച്ചിട്ടുള്ളത്. മറ്റു നേതാക്കളൊക്കെ സമയം സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. അന്നൊന്നും പറയാത്ത തടസ്സം പിന്നീട് വന്നത് മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് കാരണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനൊരു ബഹിഷ്കരണം നടന്നപ്പോൾ ആ പരിപാടിയിലേക്ക് വന്ന LDF നേതാക്കളെ അവർ കൂടുതൽ ആനയിച്ച് സ്വീകരിച്ചിട്ടുണ്ടാവും. അവരുടെ വാക്കുകൾക്ക് കൂടുതൽ ആവേശത്തോടെ കൈയടിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ഇവർക്ക് സഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ബഹാബുദ്ദീൻ നദ്വി പോലുള്ള ആളുകൾക്ക് സഹിക്കുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ തെക്ബീർ വിളിക്കാൻ കാരണമായത്? ഇത് ബഹിഷ്കരിച്ചത് കൊണ്ടാണല്ലോ എന്ന് നദ്വിയെപ്പോലത്തെ ആളുകൾ ചിന്തിക്കാത്തത് വലിയ സങ്കടകരമായ കാര്യം തന്നെയാണ്. അതായത് പശു പുല്ല് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന ഉദാഹരണമാണ് ഇവിടെ വെക്കാൻ തോന്നിയത്. നേരത്തെ പറഞ്ഞ പരസ്യത്തിന്റെ വിഷയത്തിലും ഇതേ ഉദാഹരണം തന്നെയാണ് നല്ലത്. കാരണം ഇവരുടെ പരസ്യം കൊടുത്തിട്ടുമില്ല, എന്നാൽ മറ്റൊരാളുടെ പരസ്യം വെക്കാനും പറ്റൂല. ഇതേ ഉദാഹരണം തന്നെയാണ് അവിടെയും ഫിറ്റാകുന്നത്. ഇപ്പോൾ EK വിഭാഗത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവാതെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട്. മുമ്പ് മുജാഹിദുകൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അത് ഒത്തുതീർപ്പാക്കാനും അവരെ ഒന്നിപ്പിക്കാനും മുസ്ലിം ലീഗ് ശ്രമം നടത്തിയിരുന്നല്ലോ.
അതുപോലെ ഈ സുന്നികൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനും അത് രൂക്ഷമാവാതെ അത് തീർപ്പാക്കാനും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ അതിന് ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രശ്നങ്ങൾ കാര്യമായിട്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ അത് രൂക്ഷമായി നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മദ്രസകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മുടെ കുട്ടികളുടെ ഭാവി തകർത്തേക്കാം, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിയേക്കാം. അപ്പം തീർച്ചയായിട്ടും EK വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാവാൻ ശ്രമമുണ്ടാകുമെന്ന് കരുതുന്നു. താഴെത്തട്ടിലേക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പോകുമെന്ന് കരുതുന്നു. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് ചെന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവാതെ കൊണ്ടുപോകാൻ കഴിയൂ. 1980-90 കാലഘട്ടത്തിലുള്ള പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷം ഇനി നമ്മുടെ നാടുകളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.